വിക്രമിനെ സ്നേഹിക്കുന്ന വേദയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിക്രമിനാൽ വേദ അനുഭവിക്കുന്ന പീഡനങ്ങളുമാണ് പവിത്രം എന്ന സീരിയലിന്റെ ഇതിവൃത്തം. പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയ്ക്ക് കഴിക്കാനായിട്ട് ഭക്ഷണവുമായി വിജി ഓഫീസിലേക്ക് വരുവാണ്. ചേച്ചി, ഭക്ഷണം അവിടെ വെച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ് വേദ. ഞാൻ നിനക്ക് ഭക്ഷണം തരാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ല വന്നത്. നീ എൻ്റെ അനിയത്തി കൂടിയാണ്, നിന്നോട് സംസാരിക്കാനും കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ് വിജി. ഇത് കേട്ട വേദ പറയാണ്, ഞാൻ ചേച്ചിയുടെ അനിയത്തി തന്നെയാണല്ലോ എന്ന്. അങ്ങനെ വിജി പിന്നെ അവളോട് പറയാണ് വിക്രം വേറെ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന്. അത് കേട്ടപ്പോൾ തന്നെ വേദ ചോദിക്കുകയാണ്, ഇത്തവണ ആരെയാണ് വിക്രം കല്യാണം കഴിക്കാൻ പോകുന്നത്? കൺമണിയാണെന്ന് വിജി പറയുന്നു. ഇതെല്ലാം കേട്ടിട്ടും ഒരു കൂസലുമില്ലാതെ വേദ നിൽക്കുന്ന കണ്ടിട്ട് വിജി ചോദിക്കുകയാണ്, നിനക്കൊരു പ്രശ്നമില്ലേ? നിന്റെ ഭർത്താവല്ലേ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അത് കേട്ട് വേദ പറയാണ്, മുൻകാല ഭർത്താവ് എന്ന് പറയൂ ചേച്ചി, എൻ്റെ മനസ്സിലും ജീവിതത്തിലും അവനില്ല. ബന്ധം വേണ്ടാന്ന് വെച്ചതും അവൻ തന്നെയാണ്. വേദ പറഞ്ഞത് കേട്ടപ്പോൾ വിജി പറയാണ്, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനില്ലേ? നിനക്ക് അവനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, നീ അഭിനയിക്കല്ലേ. എൻ്റെ ജീവിതത്തിൽ ഇനി അവനില്ല. എൻ്റെ കണ്ണുകളിൽ വിഷമം കണ്ടെന്നിരിക്കാം, കാരണം അവൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഇനി അത് വേണ്ട, അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണെന്ന് പറയാണ് വേദ. അത് കേട്ടപാടെ വിജി അവളോട് ഓരോന്ന് പറയാണ്, നിൻ്റെ മകൾക്ക് അച്ഛനില്ലാതാവില്ലേ, നീ എന്തിനാ അവരെ അകറ്റുന്നത്, നീ എന്തിനാ എങ്ങനെയൊക്കെ വാശി പിടിക്കുന്നതെന്നൊക്കെ അവളോട് പറയണം. അതെല്ലാം കേട്ട് അവൾക്ക് ആകെ മടുപ്പ് തോന്നുകയാണ്. അപ്പോൾ അവൾ പറയാണ്, ഒരിക്കലും എൻ്റെ മകൾ അറിയാൻ പാടില്ല, അവളുടെ അച്ഛനാണ് വിക്രം എന്നത് ഞാൻ ഒരിക്കലും അവളെ അറിയിക്കില്ല. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിക്രം ഉണ്ടെന്ന് എനിക്കറിയാം. നീ ഒന്ന് ഓക്കെ പറഞ്ഞാൽ ആ നിമിഷം എല്ലാം ശരിയാവും, നിങ്ങൾ ഒരുമിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുട്ടിക്ക് അച്ഛനും അമ്മയും എല്ലാം ഉണ്ടാകും. നിൻ്റെ വാശി കാരണം അവരുടെ ജീവിതമാണ് നശിക്കുന്നത്. എന്നാൽ വേദ ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല. കുഞ്ഞ് നിന്നോട് ഒരിക്കൽ അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് പറയും? അതിനുള്ള മറുപടിയൊക്കെ എനിക്കറിയാം, ഞാനത് അവൾക്ക് കൊടുത്തോളാം എന്നവൾ പറയുകയാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് വിജി അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് വേദയും ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവൾ വിക്രമിനെ അവിടെ കാണാണ്. വിക്രം അവളെ കണ്ടപാടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. എന്തിനാണ് എന്നെയും കുഞ്ഞിനെയും നീ പിരിക്കാൻ നോക്കുന്നത്? എന്നെക്കുറിച്ച് നീ എന്തിനാണ് വേണ്ടാത്തതെല്ലാം മറ്റുള്ളവരോട് പറയുന്നത്? തന്നെയും മകളെയും പിരിക്കരുതെന്ന് അവൻ അവളോട് കെഞ്ചി പറയാണ്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് അവനെ വിട്ടു പോവാണ്. അവൾ നടന്നകന്നിട്ടും അവൻ അവളുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് മകളെ പറ്റി പറഞ്ഞ് കെഞ്ചാണ്. എന്നാൽ അവളാകെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, ഇനി നീ മകളെ കാണാനും സംസാരിക്കാനും ഒന്നും പാടില്ല. എൻ്റെ ജീവിതത്തിലെ സന്തോഷം തന്നെ അവളാണ് വിക്രം, നീ അതില്ലാതെ ആക്കരുത് പ്ലീസ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മകൾക്ക് വേണ്ടി വാദിക്കുകയാണ്. അവരുടെ ബഹളം കേട്ടതും സെക്യൂരിറ്റി ഓടി വരുന്നുണ്ട്. അങ്ങനെ വിക്രം അവളോട് വെല്ലുവിളിക്കുകയാണ്, ഞാൻ മോളെ ദിവസവും കാണും, നിനക്ക് തടുക്കാൻ പറ്റാണ്ട് നീ തടുക്ക്. അവളും അതുപോലെ വിക്രമിനെയും വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പിന്നീട് കാണിക്കുന്നത് കൺമണിയെയാണ്. കൺമണിയും അവളുടെ അച്ഛനും വിക്രമിനെ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ളൊരു സംസാരത്തിനെ പറ്റിയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.